തെരഞ്ഞെടുപ്പെന്നുള്ള ബില്ല് വരികയാണ് സഭയിൽ. അപ്പോൾ എന്താണ് സഭയിൽ അതിശക്തമായി എതിർക്കും. നമ്മുടെ ഫെഡറൽ സംവിധാനത്തെ തകർക്കാൻ വേണ്ടിയിട്ടുള്ള ബില്ലാണ്. ഇന്ത്യയുടെ വൈവിധ്യങ്ങളെ തകർക്കാൻ വേണ്ടിയുള്ളതാണ്. യഥാർത്ഥ പ്രശ്നങ്ങൾ എന്താണെന്നുള്ള കാര്യം മനസ്സിലാക്കാതെ ഒരു നേതാവ്, ഒരു പ്രത്യയശാസ്ത്രം, ഒരു രാഷ്ട്രീയ പാർട്ടി എന്നുള്ളതിന്റെ ചുവട് പിടിച്ചുകൊണ്ടുള്ള ഒരു ബില്ലാണ്. അതുപോലെ തന്നെ ഇപ്പോൾ ഈ അദാനി വിഷയത്തിൽ സഭ ഇങ്ങനെ സ്തംഭിക്കുന്നു. പല കാര്യങ്ങളും ജനങ്ങൾക്ക് പോയിട്ട് പറയേണ്ടത് കാര്യങ്ങളൊന്നും പറ്റുന്നില്ല. അപ്പോൾ ഈ ഒരു സ്ഥിര സ്തംഭനം അത് ശരിയാണ്. ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഭരണകക്ഷി അംഗങ്ങൾ തന്നെ സഭ സ്തംഭിപ്പിക്കുന്നത്. ഞങ്ങൾ കൃത്യമായി പറഞ്ഞൊരു കാര്യമുണ്ട്, ഏത് വിഷയവും സഭയിൽ ചർച്ച ചെയ്യട്ടെ. ഇപ്പോൾ ജോർജ് സോറോസുമായി ബന്ധപ്പെട്ട വിഷയമാണ് BJP ഉന്നയിക്കുന്നത്. അധികാരം ആരുടെ പക്കലാണ് ഉള്ളത്? BJPയുടെ പക്കലാണ് ഉള്ളത്. ഈ ജോർജ് സോറോസിനെ വേണ്ട പ്രോസിക്യൂട്ട് ചെയ്തോട്ടെ. എന്താണ് BJP പറയുന്നത്? അമേരിക്കൻ ഭരണകൂടം, അമേരിക്കൻ ഗവൺമെൻറ്, സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെൻറ്റ് എല്ലാം കൂടി ഉൾപ്പെട്ടിട്ടുള്ള ഒരു ഡീപ് സ്റ്റേറ്റാണ് ഇന്ത്യയെ അസ്ഥിരപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കുന്നതെന്നാണ്. അങ്ങനെയാണെങ്കിൽ കാനഡ ഇന്ത്യൻ ഹൈക്കമ്മീഷണറിയൊക്കെ അവിടുന്ന് പുറത്താക്കിയ പോലെ ഇവിടെയുള്ള US എംബസി ഇവിടുന്ന് പുറത്താക്കട്ടെ. ഇതൊന്നും ചെയ്യാതെ ഈ അധികാരമുള്ളത് ആരുടെ കയ്യിലാണ്? BJPയുടെ കയ്യിലുള്ളത്. അധികാരം വിനിയോഗിക്ക്, സോറോസിന് തൂക്കിലേറ്റ് ചർച്ച നടത്തിട്ട്. ഞാൻ പാർലമെന്റിൽ പറഞ്ഞല്ലോ, അദാനിയും സോറോസും ഉൾപ്പെടെയുള്ള എല്ലാ വിഷയങ്ങളും പാർലമെന്റിൽ ചർച്ച ചെയ്യട്ടെ. അതിനുവേണ്ടിയല്ലേ ഞങ്ങൾ നിൽക്കുന്നത്. കർഷകരുടെ പ്രശ്നം, സാധാരണ ആളുകളുടെ പ്രശ്നം, ഇതൊക്കെ മറികടന്ന് വലിയ വിഷയങ്ങൾ ഉന്നയിക്കുന്നു, നേരിട്ട് ബാധിക്കാത്ത. ഇത് സ്ട്രാറ്റജി ഇന്ത്യ സഖ്യം മാറ്റേണ്ടതല്ലേ? SPയും തൃണമൂൽ കോൺഗ്രസും മാറി നിൽക്കുന്ന സാഹചര്യമുണ്ട്. CPMന്റെ ടേക്ക് എന്താണ് അക്കാര്യത്തിൽ? ഞങ്ങൾ പ്രധാനപ്പെട്ട 4-5 വിഷയങ്ങൾ ചർച്ച ചെയ്യണമെന്നാണ് പറഞ്ഞത്. അതിൽ കർഷക പ്രശ്നമുണ്ട്, സമ്പൽ വിഷയമുണ്ട്, മണിപ്പൂർ വിഷയമുണ്ട്, അദാനി വിഷയമുണ്ട്. ഈ 4 വിഷയങ്ങളിലും ചർച്ച വേണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെടുകയുണ്ടായി. യഥാർത്ഥത്തിൽ ചർച്ച ചെയ്യാൻ കഴിയുന്ന ഒരു അന്തരീക്ഷം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് പ്രതിപക്ഷം ശ്രമിച്ചത്. പക്ഷേ ഇപ്പോൾ ഈ സഭ മുന്നോട്ട് കൊണ്ടുപോകാൻ BJPക്ക് ആഗ്രഹമില്ല. അതുകൊണ്ടാണ് വ്യാജമായി സോറോസ് വിഷയവുമായി BJP വന്നിരിക്കുന്നത്. ഞങ്ങൾക്കൊരു അപേക്ഷയുള്ളൂ, ഈ ജോർജ് സോറോസ് അല്ലെങ്കിൽ മറ്റുള്ള ആൾക്കാരൊക്കെ കുറ്റവാളികളാണെങ്കിൽ ഈ അധികാരം ഉപയോഗിച്ച് അവരെ പ്രോസിക്യൂട്ട് ചെയ്യാൻ എന്തുകൊണ്ടാണ് അവർക്ക് പറ്റാത്തത്? ആരാണ് അവരെ തടയുന്നത്? ഈ അദാനി വിഷയവും സോറോസും ഒക്കെ ഇന്റർലിങ്ക്ഡ് ആണെന്നാണ് ഗവൺമെന്റ് പറയുന്നത്. അതായത് അദാനിയെ പോലുള്ള ബിസിനസ്മാനെ അപകീർത്തിപ്പെടുത്തി ഇന്ത്യയെ അസ്ഥിരപ്പെടുത്തുകയാണ് ഇവരുടെ ലക്ഷ്യമെന്ന് പറയുമ്പോൾ ഒരു കാര്യം ചെയ്യുക, അദാനിയെയും സോറോസിനെയും കൂടെ ഒരുമിച്ച് ഉൾപ്പെടുത്തി ഒരു ചർച്ച നടത്തട്ടെ. ഞങ്ങൾ സഹകരിക്കാം. പക്ഷേ ഇന്നലെ താങ്കൾ തൊട്ട് പിന്നാലെ സംസാരിച്ച സന്തോഷ് കുമാർ പറഞ്ഞത് ഈ സോറോസ് വിഷയം പറയുന്നത് വഴിതെറ്റിക്കാൻ വേണ്ടി മാത്രമാണ് എന്നുള്ളതാണ്. സോറോസ് വിഷയവുമായി BJP രംഗത്ത് വന്നിരിക്കുന്നത് വഴിതെറ്റിക്കാൻ വേണ്ടിയാണ്, സംശയമില്ലല്ലോ അക്കാര്യത്തിൽ. ഇനി ചർച്ച വേണമെന്നുണ്ടോ? അതായത് അദാനി വിഷയവും സോറോസും ഒക്കെ ചർച്ച ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരുമിച്ച് കൊണ്ടുപോകുന്ന ചർച്ച ചെയ്യാണെന്ന്. അതിന് ഞങ്ങൾക്കിടയിൽ യാതൊരു അഭിപ്രായ വ്യത്യാസവുമില്ല. ഞാനവിടെ സംസാരിച്ചപ്പോൾ ഏറ്റവും കൂടുതൽ കൈയടിച്ചത് കോൺഗ്രസ്സുകാരല്ലേ. നിങ്ങൾ മാത്രം എന്തോ ഒരു ചെറിയ സാധനം ഉണ്ടാക്കാൻ വേണ്ടി ചെയ്തതല്ലേ, അതൊക്കെ പിന്നെ കുഴപ്പമില്ല, നടക്കട്ടെ. അല്ല, ഈ രാജ്യസഭയിലെ ചെയർമാനെതിരെ അവിശ്വാസ പ്രമേയം കൊണ്ടുവരുന്നുണ്ടോ? ഈ സംബന്ധിച്ചല്ല ചർച്ച. പ്രതിപക്ഷ നേതാക്കൾ അത് സംബന്ധിച്ചുള്ള നടപടികളിലാണ്. മെമ്പർമാരെല്ലാം ഒപ്പുവെച്ചുകൊണ്ടേയിരിക്കുകയാണ്, പരിഗണനയിലാണ്. ഓക്കെ.